യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ പ്രിയമുള്ളവരെ, നല്ലൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവം അവനെ സന്ദർശിച്ചിരിക്കുന്നു. ഓരോ പുലരിയും ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുക ദൈവം മനുഷ്യന് നൽകിയ സുന്ദരമായൊരു ദാനത്തെക്കുറിച്ചാണ്. ദൈവവിളി. എല്ലാ കാലഘട്ടങ്ങളിലും ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ടില് ഒരു ഫ്രാൻസിസ് അസീസി ഒന്നിനും വേണ്ടിയല്ലാതെ ഒരു കാരണവുമില്ലാതെ ചുമ്മാ ദൈവത്തെ സ്നേഹിച്ച ഒരു കൊച്ചു മനുഷ്യൻ. തകർന്നുകൊണ്ടിരിക്കുന്ന തിരുസഭയെ താങ്ങി ഉയർത്താൻ സ്വർഗം നിയോഗിച്ച ഒരു പുണ്യജീവിതം. ആ കൈയോട് കൈ ചേർത്ത്, ആ തോളോട് തോൾ ചേർത്ത് ആഴമായ സൗഹൃദം സമ്മാനിച്ച് ക്രൂശിതനിലേക്ക് ഒരേ ഹൃദയത്തോടെ നടന്നു നീങ്ങിയ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രിയ കൂട്ടുകാരി വിശുദ്ധ ക്ലാര. ഇരുവരും വിശുദ്ധരായി തീർന്നു. സൗഹൃദങ്ങളൊക്കെ പരസ്പരം പ്രകാശിപ്പിക്കാനാകണമെന്ന് ഇവരുടെ സുന്ദരമായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പുണ്യപ്പെട്ട ജീവിതങ്ങൾ ഒരു കാലഘട്ടത്തിന്റെയും കുത്തകയൊന്നുമല്ല. നൂറ്റാണ്ടുകൾ ഇങ്ങ് നീങ്ങിയിട്ടും ഇന്നും ഈ ദിനം വരെ ദൈവത്തെ കാരണമില്ലാതെ സ്നേഹിക്കുന്ന കുറെ നല്ല മനുഷ്യരുണ്ട്. ഒരു കാരണവുമില്ലാതെ മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. അങ്ങനെയുള്ളവരാണ് ആയുസ്സിനെ അർത്ഥമുള്ളതാക്കി മാറ്റുക. നാം അറിയാതെ എത്രയോ പേർ കന്യകാലയങ്ങൾക്കുള്ളിൽ പുണ്യപ്പെട്ട ആശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്. ഈ ദൈവവിളി നയിക്കുമ്പോ മനസ്സിലോട്ട് ഫസ്റ്റ് വരുന്നത് എന്താ? സന്യസ്ത ജീവിതല്ലേ? പക്ഷേ കുടുംബജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും ദൈവവിളി തന്നെയല്ലേ? അത് ശരിയാണ്. പക്ഷെ അവര് ഡിഫറെന്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ അവര് ചിന്തിക്കുന്നത്. ദേ ആർ ഹാവിങ് എ ഡിവൈൻ ലൈഫ്. അതിപ്പോ നമ്മളായാലും ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനം. സോ വാട്ട് മേക്സ് എ ഡിഫറൻസ്? ഒരുപക്ഷെ അവര് ജീവിതത്തെ നോക്കി കാണുന്ന അവരുടെ കാഴ്ചപ്പാടിന്റെ ഡിഫറൻസ് ആയിരിക്കാം. എനിക്കും അതിനെ കുറിച്ച് കറക്റ്റ് വ്യക്തതയില്ല. ഏതൊരു ജീവിതമായാലും വിശുദ്ധമായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ദൈവവിളി എന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടികിട്ടാത്ത രഹസ്യമൊന്നുമല്ല, സ്നേഹത്തിന്റെ ഒരു രഹസ്യം. ഈശോയ്ക്ക് ചിലരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു, ഈശോ അവരെ വിളിക്കുന്നു. അതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കഴിവുള്ളവരെന്നൊന്നും അർത്ഥമില്ല. ഇപ്പോൾ ഈശോയുടെ വചനം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് അതല്ലേ. ഈശോ ആദ്യമേ തിരഞ്ഞെടുത്തത് പാവപ്പെട്ട മുക്കുവരെയൊക്കെയാണ്. എന്നോർത്ത് പാവങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുമെന്നല്ല, നല്ല പഠിപ്പും പാണ്ഡിത്യമൊക്കെയുള്ള പൗലോസ്ലീഹായും ഈശോ തന്നെയാണല്ലോ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതെന്താ എന്ന് മനുഷ്യർക്ക് പിടികിട്ടാത്ത സ്നേഹത്തിന്റെ ഒരു വലിയ രഹസ്യം അതിലുണ്ട്. ഈശോ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുക. നമ്മൾ ജസ്റ്റ് സഹകരിക്കുന്നു എന്നേ ഉള്ളൂ. ഈശോയുടെ വിളിയോട് സഹകരിക്കുന്നു. ഈശോയ്ക്ക് അതിലെന്തൊക്കെയോ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അത് ഈശോയോട് തന്നെ ഓരോരുത്തരും ചോദിക്കണം. ഓരോരുത്തരുടെയും ദൈവവിളി അവരവർക്ക് വളരെ പ്രിയപ്പെട്ടതാ. അത് വ്യക്തിപരമായി അവരവർക്ക് ഈശോയോട് തോന്നുന്ന ഇഷ്ടത്തിന്റെ ബാക്കി പത്രം എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് ഓരോരുത്തരും ഈശോയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഓരോരുത്തരോടും ഇങ്ങനൊരു തീവ്രമായ സ്നേഹം തോന്നുന്നത് എന്നത് അവരവർ അനുഭവിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പഞ്ചസാരയുടെ രുചി മധുരമാണെന്ന് അത് കഴിച്ചവും പറയണമല്ലോ. അപ്പം അതുപോലെ ദൈവവിളിയുടെ രുചിയും സ്നേഹവും മധുരവും ഒക്കെ അത് അനുഭവിച്ചവർ തന്നെ പറയണം. അവരിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. യേശുവേ നീ എൻ്റെ സർവസ്വമാണ്, യേശുവേ നീ എൻ്റെ ജീവനാണ്, യേശുവേ നീ എൻ്റെ സർവസ്വമാണ്,
സിസ്റ്റർ സെലിൻ. സന്യാസത്തിൻ്റെ ആരംഭത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ഈശോയെ അനുഭവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് സിസ്റ്റർ സെലിനാണ്. എങ്ങനെയാണ് സിസ്റ്റർ ആദ്യ നാളുകളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ഈശോയെ അനുഭവിക്കുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നത്? നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിച്ച് കേൾക്കുക, പത്രോസിൻ്റെ വള്ളത്തിൽ യേശു കയറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചില വള്ളങ്ങൾ, ചില വ്യക്തികൾ അവരൊക്കെ ഈശോ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ജീവിതമാകുന്ന വള്ളത്തിൽ ഈശോ കയറി പറ്റിയത്? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആഴമായ അനുഭവം സിസ്റ്റർ ഉള്ളത് കൊണ്ടായിരിക്കണം ഉള്ളിലേക്ക് ഉണർന്ന് ഉള്ളിലെ ഈശോയെ അനുഭവിക്കുക എന്നൊരു കൺസെപ്റ്റിലേക്കൊക്കെ വർഷങ്ങൾ മുമ്പ് തന്നെ സിസ്റ്റർ വളർന്നതും ഞങ്ങൾക്ക് യുവതലമുറയ്ക്ക് അങ്ങനെയൊക്കെ പകർന്നു തരാൻ സിസ്റ്ററിന് കഴിഞ്ഞതും. എന്താണ് അതിനെക്കുറിച്ച് സിസ്റ്ററിന് പറയാനുള്ളത്? എൻ്റെ സന്യാസ ദൈവവിളി ദൈവത്തിൻ്റെ മഹാദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ഈ സന്യാസ വസ്ത്രം. എൻ്റെ സമർപ്പണ ജീവിതത്തിൽ 43 വർഷം പിന്നിടുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, എത്രയോ വലിയ ദാനമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന്. ഉള്ളോട് ചേർന്നിരിക്കുന്ന തമ്പുരാനെ അനുഭവിക്കാനുള്ള വലിയ കൃപ ബാല്യം മുതലേ, സന്യാസ ദൈവവിളിയുടെ ആരംഭം മുതലേ അവൻ എന്നിൽ നിക്ഷേപിച്ചു. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിലെ മഹാമൗനം ധ്യാനാത്മക ജീവിതത്തിലേക്ക് എനിക്ക് അത്യധികം പ്രചോദനം നൽകി. ഉള്ളിലേക്ക് ഉണർന്ന് ഉള്ളോട് ഉൾച്ചേർന്നിരിക്കുന്നവനെ അനുഭവിക്കാനുള്ള വലിയ കൃപ യേശുനാമ ജപ സാധനയിലൂടെ ഈശോ തന്നെ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാം ഉപേക്ഷിക്കാനുള്ള ശക്തി എനിക്ക് ലഭിച്ചത് ഈ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹം തന്നെയാണ്. അധ്യാപന രംഗത്തു നിന്നും വിരമിക്കാനും നീണ്ട വർഷങ്ങൾ മുനിപ്പാറ ശാന്തി ആശ്രമത്തിൽ ധ്യാനാത്മക ജീവിതം നയിക്കുവാനും അതിനുശേഷം അജ്ഞാതവും നിഗൂഢവുമായ ഒരു ജീവിതത്തിലൂടെ ഈശോയെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് 2-ാം മഠത്തിലേക്ക് ചേരാനും എന്നെ പ്രചോദിപ്പിക്കുന്നത് ഈശോയോടുള്ള ഈ അചഞ്ചല സ്നേഹം തന്നെയാണ്. ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. 6ാം ക്ലാസ് വരെയും സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു ഇടവകയിൽ ജീവിച്ച ഞാൻ സിസ്റ്റേഴ്സ് ഉള്ള ഇടവകയിൽ വന്ന ശേഷം ഒരുപാട് മാറിപ്പോയി. കൊയർ, കാറ്റഗിസം, ഭക്തസംഘടന എല്ലാത്തിലും വളരെ ആക്റ്റീവായി. അപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുമായിരുന്നു, ഈ ഇടവകയിൽ വന്ന ശേഷം ഞാൻ ആകെ മാറിപ്പോയല്ലോ. എൻ്റെ ഈ മാറ്റത്തിന് പിന്നിലത്തെ പ്രധാന കാരണം സിസ്റ്റേഴ്സ് ആയിരുന്നു. പലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകൾ, ചെറിയൊരു ക്യാമ്പ് അങ്ങനെയൊക്കെ ആയിട്ട് മഠത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പം അങ്ങനെ മഠത്തിൽ താമസിക്കേണ്ടി വന്നപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഒരുമിച്ചുള്ള സൗഹാർദ്ദപരമായ ഇടപെടലുകളൊക്കെ കാണാൻ കഴിഞ്ഞു. കൂടാതെ അവരുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ജോലികൾ ചെയ്യുന്നത് ഒക്കെ കണ്ടപ്പോൾ ഈ ജീവിതത്തോട് ഒരു ആകർഷണം തോന്നി. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴാണ് ഈശോ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഒരു സ്വപ്നത്തിലൂടെ വന്ന് വിളിച്ചത്. ആ സ്വപ്നത്തിൽ ഞാനൊരു രംഗം കണ്ടു. ഈശോ വളരെ വിഷമത്തോടു കൂടി നടക്കുന്നു. ഞാൻ ചോദിച്ചു, ഈശോയ്ക്ക് എന്താ ഇത്ര വിഷമം? ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈശോ തിന്മ പെരുകുന്ന ഒരു രംഗമാണ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ പ്രാർത്ഥിക്കാം. അതോടുകൂടി സ്വപ്നം തീർന്നു. ഈ സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരാറുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ആവണമെന്ന്. എന്നാൽ ഏറെ പ്രതിസന്ധികൾക്ക് ശേഷം ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂടി ഞാനിപ്പോൾ ജീവിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലോ, ഞങ്ങളുടെ വികാരിയച്ഛൻ അന്ന് എനിക്കൊരു അൽഫോൻസാമ്മയുടെ ജീവചരിത്രം വായിക്കാൻ തന്നു. അങ്ങനെ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശുദ്ധിയെ പോലെ ജീവിക്കണമെന്നും സിസ്റ്റർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. ആ സമയത്ത് ഒരു ക്യാമ്പ് നടക്കുമ്പോൾ FCC സിസ്റ്റേഴ്സ് എന്നെ ക്യാമ്പിന് വിളിക്കാൻ വന്നു. പക്ഷെ എനിക്ക് പോകാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ക്യാമ്പിന് പങ്കെടുത്തു. പക്ഷെ ക്യാമ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സിന്റെ സ്നേഹവും എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു. അങ്ങനെ ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നെ ഈശോ വിളിക്കുന്നത് FCCയിലേക്കാണ്. ഇന്ന് FCC ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, ആസ്വദിക്കുന്നു. ഞാൻ കുഞ്ഞുനാളിൽ, അതായത് ഒരു 8-9 ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ തന്നെ ഈശോയോടുള്ളൊരു സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നു.
എങ്ങനെയെങ്കിലും എനിക്ക് ഈശോയുടെ സ്വന്തമാകണം, എനിക്കൊരു സിസ്റ്റർ ആകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത എന്നിൽ വന്നു. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ചിന്തയ്ക്ക് പതിയെ മങ്ങലേറ്റതുപോലെ എനിക്ക് തോന്നി. വീണ്ടും എൻ്റെ പ്രീ ഡിഗ്രി പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും ഞാനും എൻ്റെ തുടർ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എങ്കിലും അതിനെല്ലാം ഒടുവിൽ എനിക്ക് തോന്നി, ഇതല്ല, ഈശോ എന്നെ വിളിക്കുന്നുണ്ട്, അതിലേക്ക് തന്നെ പോകണമെന്നായി എൻ്റെ ചിന്ത. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം പിന്നീട് അതൊരു പ്രണയമായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം പുറത്തു കെടുക്കാനായിട്ട്. പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ ഇറങ്ങിപ്പോകുവാൻ തന്നെ എനിക്ക് സാധിച്ചു. ദൈവത്തിന്റെ സ്നേഹം ഞാൻ ആദ്യമായി അനുഭവിച്ചറിയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നീട് പല പ്രാവശ്യം ദൈവസ്നേഹത്താൽ നിറയുന്ന അനുഭവമുണ്ടായി. തൽഫലമായി ലൗകികമായ എല്ലാറ്റിനോടും ഒരു വിരക്തിയും സ്വർഗീയമായവയോട് കൂടുതൽ ആകർഷണവും എന്നിൽ വളർന്നു. എല്ലാവരും ഈശോയെ അറിയണമെന്നും ഈശോയെ സ്നേഹിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ എൻ്റെ കൂട്ടുകാരോട് ഈശോയെക്കുറിച്ചും അവിടുന്ന് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഞാൻ വിവരിക്കുമായിരുന്നു. ഒടുവിൽ ഈശോയെ പിരിയാനാവാത്ത ബന്ധമായി. ഈശോ തൻ്റേതു മാത്രമായിരിക്കാൻ വേണ്ടി എന്നെ പ്രത്യേകം വിളിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനും അനേകം ആത്മാക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കാനും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഈ സന്യാസ ദൈവവിളിക്ക് കളമൊരുക്കിയത്. കുഞ്ഞുനാളിൽ മുതലുള്ള ഈശോയെ സ്നേഹിക്കണം എന്ന എൻ്റെ ആഗ്രഹം ഭക്തസംഘടനകളിലൂടെയും കൂടുതലായി ജീസസ് യൂത്ത് വഴിയായും ശക്തിപ്പെട്ടു. തുടർന്നുള്ള എൻ്റെ +2 ഡിഗ്രി പഠനത്തിന് ശേഷം ചെന്നൈയിൽ ജോലി ചെയ്തപ്പോഴും ഈ ആഗ്രഹത്തിന് തീവ്രത കൂടി. പിന്നീട് ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും വിട്ട് ഈശോയെ മാത്രം സ്നേഹിക്കുന്നതിനുള്ള ഒരു യാത്രയായിരുന്നു. അതിനായി FCC സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടും ഈശോ ഇഷ്ടപ്പെടുന്നവരെ, അവിടുന്ന് തിരഞ്ഞെടുത്തവരെ എന്തു വന്നാലും അവൻ സംരക്ഷിക്കും എന്നതിന്റെ തെളിവായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് മരണാസന്നയായിരുന്ന എനിക്ക് അവിടുന്ന് നൽകിയ പുനർജന്മം. വീണ്ടും ഈശോ അവന്റെ സ്നേഹം മാത്രമാണ് എന്നും എനിക്ക് കൂട്ടിനുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ധൈര്യത്തോടെ അവന് വേണ്ടി ജീവിക്കും. അതാണ് എന്നെ നയിക്കുന്ന ശക്തി. കുഞ്ഞുനാളിലെ മുതലേ അനുദിനം പള്ളിയിൽ പോവുകയും ഈശോയോട് കൂടുതൽ അടുത്തുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ പ്രചോദനം എനിക്കുണ്ടായിരുന്നു. MA കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ മഠത്തിൽ ചേരുക. എന്നെ പ്രചോദിപ്പിച്ചത് ഈ ലോകത്തിലെ വ്യക്തികളൊക്കെ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഗുണഗണങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം എന്നെ സ്നേഹിക്കുക. എന്നാൽ ഈശോ എനിക്കൊരു ഗുണവുമില്ലെങ്കിലും കുറവുകളുണ്ടെങ്കിലും പരിമിതികളുണ്ടെങ്കിലും എനിക്ക് എന്തുമാത്രം വീഴ്ചകൾ ഉണ്ടായാലും അതെല്ലാം മറന്നുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ഏക വ്യക്തി, ആ നിലയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഈ ഭൂമിയിലും സ്വർഗത്തിലും സ്നേഹിക്കുന്ന ഒരേ ഒരാൾ എന്നൊരു ചിന്തയിലാണ് ഈശോയുടെ സന്യാസിനിയാകുവാൻ, മണവാട്ടിയാകുവാനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ സന്തോഷമായി ജീവിക്കുന്നു. മഠത്തിൽ വന്നിട്ട് ടീച്ചറായി ജോലി ചെയ്തിരുന്നുവെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ സേവനം ചെയ്തുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ, ഉള്ളിൽ ഒത്തിരി ആനന്ദത്തോടെ മുന്നേറുന്നു. കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സിസ്റ്റർ ആവുക എന്നത്. ജീസസ് യൂത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ആഗ്രഹം കൂടുതൽ ശക്തമായത്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഈശോ നൽകിയ ഈ ശക്തമായ പ്രചോദനത്തിന് ഞാൻ ആമേൻ പറഞ്ഞു. കുഞ്ഞിലെ മുതൽ ആഗ്രഹിക്കുന്നു. ഈ മദർ തെരേസയൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്ത് താലോലിക്കുന്നതും അവരെ ഉമ്മ വയ്ക്കുന്നതും ഈ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതൊക്കെയുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആകർഷണീയത തോന്നിയിട്ടുണ്ട്. ഇടവകയിൽ ഒരു കപ്പൂച്ചൻ ധ്യാനം വരുന്നത്. അപ്പോൾ കപ്പൂച്ചനച്ചന്മാര്, എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ മലകളിലെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് അവരെ എല്ലാവരെയും ധ്യാനിപ്പിക്കുന്നതും
കുരിശ് പിടിച്ചിങ്ങനെ പരിഹാരം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും കൂടി എൻ്റെ ഉള്ളിലേക്ക് നല്ല പ്രചോദനം കിട്ടുകയാണ്. കപ്പൂച്ചക്കാരുടെ അല്ല ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സും ഉണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിളിയാൽ ഞാൻ ഇടുക്കിയിൽ നിന്ന് എൻ്റെ അമ്മേനെയും എൻ്റെ സഹോദരങ്ങളൊക്കെ വിട്ടവർക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടായി. പക്ഷെ എൻ്റെ ഈശോ എന്നെ വിളിച്ചുകൊണ്ടാണെന്നുള്ള എനിക്ക് ഇന്ന് നല്ല ഉറപ്പുണ്ട്. മദർ തെരേസനെ പോലെ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും എൻ്റെ ആഗ്രഹിച്ച ഫീൽഡ് എനിക്ക് മെന്റലി റിട്ടായർഡ് സ്കൂളിൽ ഇന്ന് ഞാൻ തന്മയത്വത്തോടു കൂടി എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിലേ മുതലുള്ള എൻ്റെ ആഗ്രഹമാണെന്ന് എനിക്ക് ഉറച്ചു പറയുവാനായിട്ട് സാധിക്കും. എന്റെ പ്രൈമറി വിദ്യാഭ്യാസ വേളയിൽ എന്റെ വല്യപ്പന്റെ മകൾ സിസ്റ്റർ സിൽവിയയുടെ വെസ്റ്റേഷൻ കണ്ടപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ആദ്യമായി ഒരു സിസ്റ്റർ ആകണമെന്നുള്ള ചിന്തയുണ്ടായത്. പിന്നീട് സിസ്റ്റേഴ്സിനെ കാണുമ്പോഴും നല്ല ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ചിന്ത എന്നിൽ ആഴപ്പെടാൻ തുടങ്ങി. എങ്കിലും 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. 12ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഉത്തമ സുഹൃത്ത് കവിതയുടെ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കളഞ്ഞു. അവളുടെ തളർന്നുള്ള കിടപ്പ് എന്നെ ഒത്തിരി കണ്ണീരിലാഴ്ത്തി. ഈ വേദനയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ ബൈബിളിലൂടെ ഈശോനോട് സംസാരിച്ചു. ഈശോയുടെ ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഞാനൊരു FCC സിസ്റ്റർ ആകണമെന്നും എൻ്റെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഈശോ എന്നെ ആഴത്തിൽ പഠിപ്പിച്ചു തന്നു. മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് ഈശോ എന്നെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ FCC ദൈവവിളി തിരഞ്ഞെടുക്കുന്നതും ഈശോ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നന്നായി ചെയ്യാനും സന്തോഷത്തോടെ ആയിരിക്കാനും എനിക്ക് സാധിക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്ത് പള്ളിയും അതുപോലെ തന്നെ കോൺവെന്റും ഉണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ പ്രചോദനവും സ്നേഹവും പ്രാർത്ഥനയുമാണ് ഇന്ന് എന്നെ ഈ നിലയിലാക്കിയത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകമായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരോടൊപ്പമുള്ള എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അതിലേറെ വളരെ സന്തോഷവും സമൃദ്ധിയുമാണ് ഇന്ന്. ദൈവവിളി ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു സിസ്റ്റർ ആകുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. കാരണം എൻ്റെ ഇടവകയിലുള്ള സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ഒത്തിരിയേറെ പ്രചോദനമായിരുന്നു. എൻ്റെ വീട്ടുകാരെ പിരിഞ്ഞ് ഒരു സന്യാസിനിയായി തീരുവാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഞാൻ തുറന്നപ്പോൾ എനിക്ക് ലഭിച്ചത് ഈ തിരുവചന ഭാഗമാണ്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. എങ്കിലും ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. അതെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലും മുഴങ്ങി. ഈശോയ്ക്ക് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞ് അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ ഈശോയുടെ മണവാട്ടിയായി ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. അവിടുത്തെ ഭവനത്തിൽ ഞാൻ സന്തോഷവതിയായിരിക്കുന്നു. 8ാം ക്ലാസ് കോൺവെന്റ് സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ചപ്പോൾ അനുദിനവും സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഭാവിയിൽ ഇവരെ പോലെ ഒരു സിസ്റ്ററായി ജീവിക്കണമെന്നുള്ള എൻ്റെ ഉള്ളിലെ ആഗ്രഹം കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. +2 എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം ഇനി അടുത്തത് എന്ത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉദിക്കുവാൻ തുടങ്ങി. വീട്ടിൽ നിന്നാണെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതുവാൻ പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ നിർബന്ധവും എൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു സിസ്റ്റർ ആകണമെന്നുള്ള ഒരു ആഗ്രഹവും രണ്ടും കൂടി ആയപ്പോൾ തീരുമാനമെടുക്കുവാൻ വയ്യാത്ത ഒരവസ്ഥയിൽ രാത്രിയിൽ ഏറെ വൈകി ഉറങ്ങാൻ കിടന്ന് അതിരാവിലെ യാഥാർത്ഥ്യമോ സ്വപ്നമോ എന്നെനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ ശക്തമായൊരു വചനം മുഴങ്ങുന്നതായി എനിക്ക് തോന്നി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഏറ്റവും സന്തോഷത്തോടെ വീട്ടിലെ തടസ്സങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷത്തോടുകൂടി കോൺവെൻറ്റിൽ ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് കോൺവെൻറ്റിൽ ചേരുകയും ഇന്നും സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി അവിടുത്തെ ഭവനത്തിൽ ആയിരിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയിലെ FCC സിസ്റ്റേഴ്സാ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. FCC സിസ്റ്റേഴ്സിന്റെ ഞങ്ങളോടുള്ള അവരുടെ സമീപനം, താല്പര്യമൊക്കെയാണ് എനിക്ക് ദൈവവിളി ഉണ്ടാകാൻ കാരണം. ഈ അൾത്താരെ കയറി നിന്നിട്ടുള്ള സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷയാണ് എന്നെ കൂടുതലായിട്ട് ഈ ദൈവവിളിയിലേക്ക് ആകർഷിച്ചത്.
അതുപോലെ ഈശോയുടെ അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ഒരു സിസ്റ്റർ ആയാൽ സാധിക്കുമല്ലോ എന്ന താല്പര്യമാണ് എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടാക്കിയത്. ഇപ്പൊ സന്യസ്ത ജീവിതത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇപ്പോഴാണ് എനിക്ക് സന്യസ്ത ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലായത്. അതെ, ഒരുപാട് പേര് ഇത് മനസ്സിലാക്കി സന്യസ്ത ജീവിതത്തിലോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Wow, how graceful! Thank God.